എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നതാണ് റിയൽ ടൈം FE നമ്മൾ ചെയ്യണോ, എന്താ അതിന് ബെനിഫിറ്റ്? ഓക്കെ, ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. റിയൽ ടൈം FE എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കണം. അതിന് മുന്നേ നമ്മൾ നോർമലായിട്ട് എന്താ ചെയ്യുന്നത്, എല്ലാ ക്ലിനിക്കുകളും ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അതായത് എക്സാമ്പിൾ ഇപ്പോൾ ഒരു കഷൻ്റെ തല കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാൽ നമ്മളെ ഹെഡ് ഒരു 0 വെച്ച് ട്രിം ചെയ്യും. ട്രിമ്മറിൽ 0 വെച്ചിട്ട് ഓക്കെ. അതിനുശേഷം തലയുടെ പിറകുവശത്തിന് നോർമൽ മെത്തേഡിൽ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ പിറകുവശത്തിന് ഗ്രാഫ്റ്റുകൾ എടുക്കും, ഓരോന്നായിട്ട് എടുക്കും. എടുത്ത ശേഷം ഇതിനൊരു സൊല്യൂഷൻ ഇട്ട് വെക്കും. എന്തുകൊണ്ടാണ് ഈ സൊല്യൂഷൻ ഇട്ട് വെക്കുന്നത് വെച്ചാൽ ഈ ഗ്രാഫ്റ്റ് എടുത്തിട്ട് നമ്മൾ ടേബിളിൻ്റെ പുറത്തോ എവിടെയും പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ സൊല്യൂഷൻ ഇട്ട് വെക്കുന്നത്. സൊല്യൂഷൻ എന്ന് വെച്ചാൽ സലൈൻ സൊല്യൂഷനാണ്. ഇച്ചിരി കോൾഡ്, നമുക്കറിയാം ഏത് സംഭവമാണ് കുറച്ചുകൂടി കോൾഡിൽ സൂക്ഷിച്ച് വെച്ചാൽ കൂടുതൽ സമയം നിൽക്കും. അതുകൊണ്ട് ആ ഒരു സയൻസാണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. സൂക്ഷിച്ച് വെക്കും, ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. എന്തായാലും നമ്മുടെ ഗ്രാഫ്റ്റിന് ലൈഫ് ഉണ്ട്, ഒരു സാധനം, അതൊരു ഓർഗൻ തന്നെയാണ്. അപ്പോൾ ഇതിനെടുത്തിട്ട് പുറത്ത് വെക്കുമ്പോൾ ഒരു 5 to 6 hours കഴിഞ്ഞാൽ അത് ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. കൂടുതൽ സമയം പുറത്ത് വെക്കും തോറും ഡാമേജ് റേഷ്യോ കൂടും. അതേപോലെ തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് എല്ലാം ഒരേ ക്വാളിറ്റി അല്ല. ചില ഗ്രാഫ്റ്റുകൾ നല്ല ഹൈ ക്വാളിറ്റി ഉണ്ടാകും, നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ടാകും, തിക്നെസ് ഉണ്ടാകും. ചില ഗ്രാഫ്റ്റുകൾ ഒരു മീഡിയം ക്വാളിറ്റി, ചില ഗ്രാഫ്റ്റുകൾ വളരെ വീക്കായിട്ടുണ്ടാകും. നോർമലി ബേസിക്കലി ആ ഗ്രാഫ്റ്റുകൾ വീക്കാണ്. ആ ഗ്രാഫ്റ്റുകൾ എടുത്തിട്ട് സൊല്യൂഷൻ ഇട്ട് കുറേ സമയം വെക്കുമ്പോൾ ആ വീക്ക്നെസ് കൂടുകയുള്ളൂ. ഒന്നെങ്കിൽ അത് കംപ്ലീറ്റ് ആയി ഡാമേജ് ആവാം, നശിച്ചു പോവാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്. ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന റിസൾട്ടും ആ രീതിയിലായിരിക്കും. ഡാമേജ് ആയി കഴിഞ്ഞാൽ അവിടെ റിസൾട്ട് വരത്തേയില്ല. സോ നമുക്കൊരു 3000 ഗ്രാഫ്റ്റ് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 10-15% ഇങ്ങനത്തെ ഒരു റീസൺ കൊണ്ട് ഡാമേജ് ആനുള്ള പോസിബിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ഏജ് എബോവ് 35 38 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 40 എബോവ് ഏജ് ആണെങ്കിൽ അത് നമുക്ക് ഗ്രാഫ്റ്റ് ഡാമേജ് റേഷ്യോ കൂടും. അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾക്ക് ഏറ്റവും ബെസ്റ്റ് റിയൽ ടൈം FE. റിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 രീതിയിൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് ഗ്രാഫ്റ്റുകളാണ് നമുക്ക് എങ്ങനെ ചെയ്യുക, ഒന്നെങ്കിൽ കുറച്ച് ഗ്രാഫ്റ്റ് എടുക്കാം. എത്ര ഗ്രാഫ്റ്റ് എന്ന് ക്ലിനിക്സ് തീരുമാനിക്കും. നമ്മളുടെ ഡോണറിൻ്റെ അനുസരിച്ചിട്ട് എല്ലാം നോക്കിയിട്ടാണ് അവർ തീരുമാനിക്കുക. ഒരു 300-400-500 ഗ്രാഫ്റ്റ് എടുക്കുന്നു, ഒന്ന് വാഷ് ചെയ്യുന്നു, ഇംപ്ലാന്റ് ചെയ്യുന്നു. അതായത് ആദ്യം തന്നെ സ്ലിറ്റ് ഇട്ട് വെക്കും. നോർമൽ കേസിൽ ആദ്യം ഗ്രാഫ്റ്റ് എടുക്കും, പിന്നെയാണ് സ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്കിന്നിൽ ചെറിയ ഹോളുകൾ ഇടുന്നതാണ് സ്ലിറ്റിംഗ്. എവിടെയാണ് കഷൻ്റെ അവിടെ ഹോൾ ഇടുന്നതാണ് സ്ലിറ്റിംഗ് എന്ന് പറയുക. എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റ് വലിച്ചെടുക്കുന്നതാണ്. അത് പഞ്ചിങ് ഒരു മെഷീൻ വെച്ച് പഞ്ച് ചെയ്യും, വലിച്ചെടുക്കും. ഇതാണ് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് 2-3 രീതിയിൽ റിയൽ ടൈം ചെയ്യാം. അതേപോലെ തന്നെ ഗ്രാഫ്റ്റിന് ബാക്ക് സൈഡ് പഞ്ച് ഉപയോഗിച്ചിട്ട് ഒന്ന് ലൂസാക്കി വെക്കും, പൂർണ്ണമായിട്ട് വലിച്ചെടുക്കത്തില്ല. ആവശ്യം വരുമ്പോൾ അത് വലിച്ചെടുക്കും, ഇംപ്ലാന്റ് ചെയ്യും. ഇങ്ങനെയും ചെയ്യാം. അപ്പം നിങ്ങൾക്കത് ഏത് രീതിയിൽ റിയൽ ടൈം FE ചെയ്യണമെന്ന് ക്ലിനിക്ക് തീരുമാനിക്കും, ആ ഡോക്ടർ തീരുമാനിക്കും. എന്തായാലും റിയൽ ടൈം FE ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി ഇഷ്യൂ വരുന്നില്ല, ഡാമേജ് 0 ആണ്. സോ നമ്മളെ ഗ്രാഫ്റ്റ് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പം ചെറിയൊരു എമൗണ്ട് വേരിയേഷൻ വരും റിയൽ ടൈം FE ആണെങ്കിൽ. നിങ്ങൾക്ക് റിയൽ ടൈം FE ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് നിൽക്കുന്നത്. അതിനോടൊപ്പം സഫയറോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറാണ്. പറ്റുമെങ്കിൽ അത് ചെയ്യുക, ഏറ്റവും നല്ലതാണ് ആ ടെക്നോളജി. ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ 2 ടെക്നോളജി ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരുപാട് പുതിയ ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. പഴയതുപോലെയല്ല, ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫെസിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ടിനുള്ള ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഞാനിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം 6.5 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു. എൻ്റെ ബിഫോർ ഫോട്ടോസ് നോക്കുക, ഇങ്ങനെ ഉണ്ടായിരുന്നു. 6.5 വർഷം കംപ്ലീറ്റ്. ഞാൻ ആദ്യം ചെയ്ത് പൂനെയിലാണ്, സെയിം ക്ലിനിക്ക് കൊച്ചിയിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം സെക്കൻഡ് സിറ്റിംഗ് കൊച്ചിയിൽ ചെയ്തു, സെയിം ടീമായിരുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്തും കോഴിക്കോടും ദുബായിലൊക്കെ ക്ലിനിക്ക് അവൈലബിൾ ആണ്. താങ്ക് യു വെരി മച്ച് വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.